ഛത്തീസ്ഗഡ് കോർബയിൽ കൊടും ക്രൂരത. ഭാര്യയെ കഴുത്തറുത്തു കൊന്ന ഭർത്താവ്. ക്രൂരതയ്ക്ക് പിന്നാലെ വെട്ടിമാറ്റിയ തല തെരുവിലൂടെ ചുമന്നുകൊണ്ടുപോയി. പ്രതി സാലിഗ്രാം യാദവിനെ അറസ്റ്റ് ചെയ്തു. YS അഭിനന്ദ് വിവരങ്ങളുമായി. അഭിനന്ദ്, എപ്പോഴാണ് ഈ സംഭവം? എന്താണ് അറിയാനാകുന്നത്? രാജ്കമർ ഔട്ട് പോസ്റ്റ് പ്രദേശത്തെ ബുണ്ടേലി ഗ്രാമത്തിലാണ് ഇത്തരത്തിലേക്കൊരു സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലേക്ക് മദ്യപിച്ച് വന്ന് വീട്ടിൽ വഴക്കുണ്ടാക്കുന്നു. കുടുംബ പ്രശ്നമാണ് വലിയ രീതിയിലേക്ക് ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് പിന്നിലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഭാര്യയെ കഴുത്തറുത്ത് കൊന്നു. ഭാര്യ കഴുത്തറുത്ത് കൊന്നത് മാത്രമല്ല ചെയ്തത്, അതിനുശേഷം ഇയാൾ ഒരു ചാക്കിലാക്കുന്നു. ചാക്കിലാക്കിയതിനു ശേഷം തെരുവിലൂടെ തന്റെ ഭാര്യയുടെ തല ഞാൻ അറുത്തു എന്ന് അവിടെ എല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്ന സാഹചര്യം ഇവിടെ ദൃശ്യങ്ങളിൽ നടക്ക നമുക്ക് വ്യക്തമാണ്. എത്രത്തോളം ക്രൂരമായിട്ടാണ് അയാൾ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ സംഭവം അവിടെ ഉണ്ടാക്കിയത്. എന്തായാലും നാട്ടുകാർ അവിടെ കൂടിയെത്തുന്ന നാട്ടുകാർക്കൊക്കെ ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷമായിരുന്നു കുറച്ച് സമയത്തേക്ക് അവിടെ ഉണ്ടായിരുന്നു. ഉടൻ തന്നെ ഛത്തീസ്ഗഡ് പോലീസിൽ വിവരം അറിയിക്കുന്നു. ഇയാളെ അവിടെ നിന്നും കൊണ്ടുപോവുകയായിരുന്നു. ഭാര്യയുടെ നിരന്തരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നതായിട്ടും നിരന്തരം ചില സംശയങ്ങൾ ഉണ്ടായിട്ടും അവിടെ ജോലിക്ക് പോകുന്നിടത്ത് പലരുമായിട്ടുള്ള ബന്ധം, ഒപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകളിലടക്കം പലതരത്തിലുള്ള സംശയമുള്ളതാണ് തന്നെ ഇത്തരത്തിലേക്ക് ഒരു കൊടും ക്രൂരതയിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. 4 കുട്ടികളാണുള്ളത്. അതിനകത്ത് 2 പെൺകുട്ടികളാണ്. അവരുടെ അമ്മയാണ് ഇത്തരത്തിലേക്ക് ക്രൂരമായി ഭർത്താവ് തന്നെ കൊലപ്പെടുത്തുകയും തല 2 കഷ്ണങ്ങളാക്കി അതിനുശേഷം തെരുവിലൂടെ ഈ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭാര്യയെ കൊന്നു എന്നൊക്കെ രീതിയിൽ ആക്രോശിച്ച് നടക്കുകയും ചെയ്ത നാട്ടുകാർ തന്നെയാണ് പിടികൂടിയാളെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.